നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ രാഷ്ട്രീയ പോരായി ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്ന ചോദ്യവുമായി VD സതീശൻ. ഭാരം കുറഞ്ഞിരിക്കുക. സ്വർണം അതുകൊണ്ടാണല്ലോ വീണ്ടും ഇപ്പൊ കൊണ്ടുപോണ്ടി വന്നത്. വീണ്ടും അതിന്റെ നിറമൊക്കെ മങ്ങി അതിൽ നിന്ന് സ്വർണം വലിയ തോതിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും പോയത്. ഇപ്പൊ പീഠം വേറെ സ്ഥലത്തേക്ക് പോയി. മനസ്സിലായി, വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹത ആവർത്തിച്ച് മന്ത്രി VN വാസവൻ. സ്വർണം പൂശാൻ കൊണ്ടുപോയത് നിയമവിരുദ്ധമെന്ന തിരുവാഭരണ മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ന്യൂസ് 18നോട്. ഉദ്യോഗസ്ഥരെ പഴിച്ച് സർക്കാരിന് കൈകഴുകാനാവില്ലെന്ന് ഷിബു ബേബി ജോൺ. രാഷ്ട്ര നിർമ്മാണത്തിൽ RSS നിസ്തുലമായ പങ്കാണ് വഹിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ശതാബ്ദി സ്റ്റാമ്പും നാണയവും മോദി പുറത്തിറക്കി. ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം. നാഗ്പൂരിൽ ആഘോഷങ്ങൾ. പുഷ്പരഥോത്സവം അല്പസമയത്തിനകം. ആഘോഷമായി ബംഗാളിൽ ദുർഗാപൂജയും മൈസൂരുവിൽ ദസറയും. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ കൊലവിളിച്ച BJP വക്താവ് പ്രിന്റു മഹാദേവനെ തള്ളി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. അറസ്റ്റിലായ ശേഷവും പരാമർശത്തെ ന്യായീകരിച്ച് പ്രിന്റു. ന്യൂസ് 18ഉം അവതാരകയും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ പലിശ ഭാരം കൂടില്ല. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ GST പരിഷ്കരണം സഹായിച്ചെന്ന് RBI ഗവർണർ. സ്വർണം പവന് 87,000 രൂപ കടന്നു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയിക്ക് മറുപടിയുമായി DMK. ജനക്കൂട്ടത്തെ അണിനിരത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം TVKയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് സെന്തിൽ ബാലാജി. 41 പേർ മരിച്ച ദുരന്തത്തെ രാഷ്ട്രീയമാക്കാനില്ല. എറണാകുളം നഗരമധ്യത്തിൽ പെരുമ്പാമ്പ്. പാമ്പിനെ കണ്ടത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപത്തെ മരത്തിൽ. പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. ശബരിമല ദ്വാരപാലക പീഠവിവാദം രാഷ്ട്രീയ പോരിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ സ്വർണ്ണപ്പാളി എങ്ങനെ പുറത്തു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലും ദുരൂഹമാണ്. ആസൂത്രിതമായ ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ആരോപിച്ചു. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നും BJP നേതാവ് മി മുരളീധരൻ ആവശ്യപ്പെട്ടു. 2019 അത് ഇളക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഇത് തീരുമാനമെടുത്തത്? കാരണം സ്വർണ്ണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ സജഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ
ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്? ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടോ തന്റെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. എല്ലാ കാലത്തും ദേവസ്വം മാനുവൽ നോക്കിയാണോ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് അനന്തഗോപനെ ലക്ഷ്യം വെച്ചുള്ള പത്മകുമാറിന്റെ ഒളിയമ്പ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അത്രയേ ഉള്ളൂ. ഉദ്യോഗസ്ഥരെ പഴിചാരി സർക്കാരിന് ശബരിമല വിഷയത്തിൽ കൈകഴുകാനാവില്ല എന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. അതതു കാലങ്ങളിൽ ബോർഡ് ഭരിച്ചവർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത ആണ് ചേരുന്നത്. സജിത്ത്, ഭക്തിയുടെ മറവിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? അതും പല കാലങ്ങളിൽ. ആ സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ പോരിനുകൂടി കാരണമാകുന്ന സാഹചര്യമല്ലേ സൃഷ്ടിക്കുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, തുടക്കത്തിലുണ്ടായ ഒരു ഗ്രാവിറ്റി അല്ല, അതിലും വലിയ വ്യാപ്തിയിലേക്ക് ഈ വിവാദം മാറുന്നു എന്നാണ് പശ്ചാത്തലം. സർക്കാരിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൂടുതൽ കുഴയ്ക്കുന്ന വിഷയമായി കൂടി ഇത് മാറുകയാണ്. 2019 ആ ഉത്തരവ് എന്തിനായിരുന്നു, അതിന് പിന്നിൽ ആര് എന്ന ചോദ്യം ഉയരുകയാണ്. ഇതിൽ CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതിൽ തെറ്റുകാരുണ്ടെങ്കിൽ നടപടിയെടുക്കും, അന്വേഷണം നടക്കട്ടെ എന്ന സ്റ്റാൻഡാണ്. അതായത് രണ്ട് തരത്തിലുള്ള അന്വേഷണമുണ്ട്, ആ അന്വേഷണത്തിൽ നടപടി ഉണ്ടാവട്ടെ എന്ന സ്റ്റാൻഡാണ്. 2019 എ പത്മകുമാർ പ്രസിഡന്റായ കാലത്ത് ഇറങ്ങിയ ആ ഉത്തരവ് അതാണ് ഏറെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത്. ഇപ്പോൾ ഇന്ന് പ്രതികരിച്ച പലരും എടുക്കുന്ന നിലപാടും അതുതന്നെയാണ്. കാരണം അന്ന് വീഴ്ചകൾ ഉണ്ടായെങ്കിൽ അക്കാര്യത്തിൽ പരിശോധന ഉണ്ടാകും. രാവിലെ CPM നേതാക്കളൊക്കെ സംസാരിക്കുമ്പോഴും അവർ ആ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. അതേസമയം പ്രതിപക്ഷം നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം തട്ടിക്കൊണ്ടുപോയവർ തന്നെയാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്ന നിലപാടൊക്കെ പ്രതിപക്ഷവും സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ സർക്കാർ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടെടുക്കുമ്പോൾ ഇതിന് ഉത്തരവാദിത്തം സർക്കാർ പറയണം, രാഷ്ട്രീയ നേതൃത്വം പറയണമെന്ന നിലപാട് BJPയും കോൺഗ്രസും ഒക്കെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ വിവാദം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ അയാളുടെ ഗൂഢാലോചനയാണ് ഇത് എന്നത് സർക്കാർ നിലപാടെടുക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം പ്രതിപക്ഷവും ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ വിവാദം ഒരേ സൈഡിൽ, മറ്റൊരു വശത്ത് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ. അങ്ങനെ ശബരിമല വൻ വിവാദമായി തന്നെ മാറുകയാണ്. തുടക്കത്തിലെ ഗ്രാവിറ്റി അല്ല, വലിയ തരത്തിലേക്ക് ഈ വിവാദം മാറുന്നു എന്നതാണ് നിലവിലെ പശ്ചാത്തലം. ഇതാണ് നിലവിലെ സാഹചര്യം. രാഷ്ട്രീയ പോര് മുറുകുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ VN വാസവൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത് എന്ന് തന്നെയാണ് VN വാസവൻ പറഞ്ഞത്. ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് ദേവസ്വം മന്ത്രി പറയുകയാണ്. VN വാസവന്റെ പ്രതികരണത്തിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റ് പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ്. അതേസമയം സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നുമുള്ളതായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ പരാമർശം. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടോ തൻ്റെ കാലത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും പറഞ്ഞു. എല്ലാ കാലത്തും ദേവസ്വം മാനുവൽ നോക്കിയാണോ കാര്യങ്ങൾ ചെയ്തത് എന്ന് അനന്തഗോപനെ ലക്ഷ്യം വെച്ചുള്ള പത്മകുമാറിന്റെ ഒളിയമ്പും ഉണ്ടായി. എന്നാൽ ഉദ്യോഗസ്ഥരെ പഴിചാരി സർക്കാരിന് ശബരിമലയിലെ വിഷയത്തിൽ കൈകഴുകാനാവില്ല എന്നായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ഈ മട്ടിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോഴാണ് സജിത്ത്, ഇതിലിപ്പോൾ VN വാസവന്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഭരണകാലത്ത് അടക്കം നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. മറ്റ് സർക്കാരിൻ്റെ ഭരണകാലങ്ങളിലും ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നു.
നേരത്തെ ഹൈക്കോടതി തന്നെ ശബരിമലയിലെ സ്വർണ്ണമടക്കം ഈ ഗോൾഡ് കോയിനുകളൊക്കെ സൂക്ഷിക്കുന്നത് ഒരു രജിസ്റ്ററും ഇല്ലാതെയാണല്ലോ എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഒരു പക്ഷേ ഈ ശബരിമലയിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോവുകയും ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവുകയും ചെയ്യും എന്ന നിലയിലേക്കാണോ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്തിപ്പെടുന്നത്? അങ്ങനെ തന്നെയാണ് അഭിലാഷ്, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുകയും ചെയ്യാൻ നമുക്ക് കരുതാം. പ്രത്യേകിച്ച് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ശബരിമല വിഷയത്തിൽ ദേവസ്വം മാനുവലിനപ്പുറം ചില പിഴവുകൾ പറ്റി എന്നത് ഒരു പരിധിവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അന്നത്തെ ഭരണസമിതി നിലപാടെടുത്തിരിക്കുന്നത്. അതാണ് ഈ പത്മകുമാറിൻ്റെ അടക്കം വാക്കുകളിലുള്ളത്. കാരണം ശബരിമലയിൽ പ്രത്യേക സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ട്, അതിനുമപ്പുറം ദേവസ്വം മാനുവലുണ്ട്. ഇത് രണ്ടും പാലിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പക്ഷേ ആ മാനുവലിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മാനുവൽ പാലിച്ചുകൊണ്ടാണോ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്ന വാദം ഉയർത്തുന്നതിന് കാരണം. തന്ത്രിയെ അറിയിച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന വാദം ഉന്നയിക്കുന്നവർ പക്ഷേ ദേവസ്വം മാനുവൽ എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന കാര്യങ്ങൾ കൂടി ഉത്തരം പറയേണ്ടി വരും. ഇതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഹൈക്കോടതി നേരിട്ടുള്ള അന്വേഷണം എന്നതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ ചിത്രമുണ്ടാവും. രണ്ട് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, 2019 വിജയ് മല്യ അവിടെ സ്വർണം പൂശിയതിന് ശേഷം, സ്വർണ്ണപ്പാളി സ്ഥാപിച്ചതിന് ശേഷം അത് ചെമ്പ് തകിടാണ് എന്ന തരത്തിൽ ദേവസ്വം ഉത്തരവുണ്ടായത് എന്തുകൊണ്ടാണ്? അതൊരു പിഴവായിരുന്നു, അതല്ലെങ്കിൽ അത് ബോധപൂർവമായിരുന്നു? ഇക്കാര്യത്തിൽ പരിശോധന നടക്കേണ്ടതുണ്ട്. പരിശോധന അവിടുന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടതും. ഒരുപക്ഷെ ഈ റിട്ടയർഡ് ജഡ്ജി നടത്തുന്ന അന്വേഷണത്തിൽ ഇത് തന്നെയായിരിക്കും പ്രഥമ പരിഗണനയിലൂടെ അന്വേഷണം നടത്തുക. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞു? മൂന്നാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി, ഇയാൾക്ക് പിന്നിൽ ആരാണ്? ഇയാൾക്ക് സ്വാധീനം നൽകുന്ന, ഇയാളെ സഹായിക്കാൻ കഴിയുന്ന മറ്റ് ശക്തികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ദേവസ്വം വീണ്ടും ഇതിന് മങ്ങലുണ്ടായപ്പോൾ വീണ്ടും ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് എന്തിന് അനുമതി കൊടുത്തു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാവേണ്ടതുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതിൽ പിഴവുകൾ വ്യക്തമാണ്, അത് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയുടെ അന്വേഷണത്തിൽ ഇത് രേഖാമൂലം തന്നെ രേഖപ്പെടുത്തപ്പെടും. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിനും സർക്കാരിന് മുന്നിൽ വെല്ലുവിളി തീരുന്നില്ല, അത് പരാമർശങ്ങളായി തന്നെ വരുമെന്ന് നമുക്ക് കരുതാം. യെസ്, ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. എന്തായാലും രാഷ്ട്രീയ പോരി വിഷയത്തിൽ തുടരുക തന്നെ ചെയ്യും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധം എന്നാണ് തിരുവാഭരണ മുൻ കമ്മീഷണർ പറയുന്നത്. ക്ഷേത്രവളപ്പിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിബന്ധന ലംഘിച്ചായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആഴ്ചകളോളം ശില്പങ്ങൾ കൈവശം വെച്ചിരുന്നു എന്നും ശബരിമലയിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയിട്ടില്ല എന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ചെന്നൈയിൽ മഹസർ രേഖപ്പെടുത്തി ശില്പങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിൽ പീഠങ്ങൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ശബരിമല ക്ഷേത്രനടയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നീട് കൊണ്ടുവച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഇത് കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ രാധാകൃഷ്ണനാണ്. എന്താണ് ശരിക്കും 2019 സംഭവിച്ചത്? അതായത് 2019 5-ാം മാസത്തിലാണ് ഈ ഓർഡർ ഇറക്കുന്നത് ബോർഡിന്റെ. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് ഇളക്കി കൊടുക്കണമെന്നും ചെമ്പ് എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ചെമ്പ് ഇളക്കി കൊടുക്കണമെന്നും അത് തിരിച്ച് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, തിരുവാഭരണ കമ്മീഷണറാണ് എൻ്റെ പോസ്റ്റ്, അപ്പോൾ ആ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പൂശണമെന്നും തിരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം നടന്നിരിക്കുന്നത്. ഇളക്കി കൊണ്ടുപോകുന്നതിനും തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം. ആ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം അത് ഇളക്കിയെടുത്ത് തൂക്കി വെയിറ്റ് നോക്കി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം കൊടുക്കാനെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ജൂലൈ മാസം 19-നും 20-നുമാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് 2019. ഞാൻ ചെല്ലുന്നത് 5-8-ലാണ് ഞാൻ അവിടെ പ്രവേശിക്കുന്നത് തിരുവാഭരണ കമ്മീഷനായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഇങ്ങനെ കൊണ്ടുപോയതും വന്നതും ഓർഡർ കൊടുത്തതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങേക്ക് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർ സമയത്ത് ഉണ്ടായിരുന്നു ഇടയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ? ആ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണമല്ലോ ഇളക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി അവിടെ പോയി പ്രസന്റ് ഉണ്ടോ, പുള്ളി രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടോ, മാസ്റ്റർ എഴുതിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിനുശേഷം 5-8 പ്രവേശിച്ചതിന് ശേഷം 29 ആ മാസം ആഗസ്റ്റ് ലാസ്റ്റ് 28-നാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇങ്ങനെ സാധനം കൊണ്ടുപോയിരിക്കുകയാണ്, അത് പൂശാൻ നമ്മുടെ സാന്നിധ്യം വേണമല്ലോ, അവിടെ ചെല്ലണമെന്ന്. അങ്ങനെ 29-ാം തീയതി രാവിലെ അവിടെ ചെല്ലുകയാണ് ചെന്നൈയിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ. അവിടെ ചെന്ന് ഈ സ്വർണം പൂശുന്നതിന് മുമ്പ് ഈ തകിട് ചെമ്പായിരുന്നു കംപ്ലീറ്റ്. അതിന്റെ വെയിറ്റ് എടുത്ത് മഹസർ തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഓഫീസ്, ഞാൻ, എന്റെ സൂപ്രണ്ട് സ്മിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എല്ലാവരും കൂടെ ചേർന്ന് മഹസർ തയ്യാറാക്കി ഒപ്പിട്ടിട്ട് ഇത് സ്വർണം പ്ലേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. പ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ പ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ്.
കിട്ടിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ്. അന്ന് തന്നെ കിട്ടുകയാണ്. അല്ല, പിറ്റേ ദിവസം 30 ദിവസം അത് കിട്ടി. അന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുക്കുമ്പോൾ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു 14 ഷീറ്റ് എങ്ങാണ്ടുണ്ട് ഇതിന്റെ പാർട്ടുകൾ, ഓരോ പാർട്ടായിട്ടാണ്. അപ്പോൾ അത് 14 പ്രത്യേകം എഴുതും, ഓരോ പാർട്ടിനും എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെല്ലാം എഴുതി രണ്ടാമത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അത്രയും സ്വർണ്ണമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ മാസ്റ്റർ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞു, തിരുവനന്തപുരം കമ്മീഷണർ ജോലി കഴിഞ്ഞു. ശബരിമലയിൽ കൊണ്ടുപോയതിന്റെ വെയിറ്റ് അത് പരിശോധിച്ചില്ലേ? ചെമ്പാണ്. അല്ല, അത് നമ്മൾ അവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിശോധന ഞാൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. എവരുടെ സ്വർണം പൂശിയിരുന്നതല്ലേ? അപ്പൊ അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടുത്തെ പൂശിയിരുന്നതാണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ രജിസ്റ്ററിലെ പരിശോധന നടത്തിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ അത് ദേവസ്വത്തിൽ ഏതൊരു സാധനം വന്നില്ല തന്നെ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നാണ്. അത് എൻട്രി ചെയ്തിട്ടുണ്ടോ, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ, എങ്കിൽ പിന്നെ ഈ വിവാദം ഒന്നും വരില്ല. അത് പൂശിയിട്ടുണ്ടെങ്കിൽ, പൂശിയതായിട്ട് എഴുതി സ്വർണം പൂശിയ സാധനമാണെന്നും പറഞ്ഞ് വെയിറ്റ് എഴുതി ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ചെമ്പെന്ന് എഴുതാൻ പറ്റൂലല്ലോ. അത് സ്വർണ്ണമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇത് എങ്ങനെ സ്വർണം ചെമ്പായി? അത് സ്വർണ്ണമാണെങ്കിൽ, അത് രജിസ്റ്റർ ചേർത്തിട്ടുണ്ടെങ്കിൽ, ചേർത്തിട്ടില്ലെങ്കിൽ അന്വേഷിക്കണം. ഇന്ന് മഹാനവമി. മഹാനവമി ആഘോഷത്തിന്റെ നിറവിൽ ആണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും പരിസരവും. മഹാനവമി നാളിലെ പുഷ്പരഥോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ലക്ഷക്കണക്കിന് ഭക്തർ ആണ് രഥോത്സവം കാണാൻ എത്തിയിട്ടുള്ളത്. കൊല്ലൂരിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയും ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഭവ്യ, ഈ രഥോത്സവം ആരംഭിച്ചോ? നേരത്തെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ് എങ്കിലും വലിയ തീർത്ഥാടകരുടെ സാന്നിധ്യം പ്രകടമായിരുന്നല്ലോ. തീർച്ചയായും അഭിലാഷ്, ഏറെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ രഥഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യത്തെ വലത്ത് ഇപ്പോൾ അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, വളത്തിട്ടുകൊണ്ടിരിക്കുകയാണ് രഥഘോഷയാത്ര. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ രഥം പിടിക്കാനായി ഇവിടെ കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് നൽകുന്ന നാണയത്തുട്ടുകൾ ശേഖരിക്കാനായി ചുറ്റുപാടും ഈ നടപ്പന്തലിലൊക്കെ നിരവധി ആളുകളുടെ സാന്നിധ്യമുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതിന്റെ വലിയ തയ്യാറെടുപ്പുകൾ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇതാ ഇപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രഥഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം അഭിലാഷ്. പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിൽ മൂകാംബിക ദേവിയെ ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 തവണ ഇത്തരത്തിൽ രഥത്തിൽ പുഷ്പങ്ങളാൽ അലങ്കരിച്ച പുഷ്പാലങ്കൃതമായ രഥത്തിൽ മൂകാംബിക ദേവിയെ ഈ മൂകാംബിക ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം ദേവി പ്രദക്ഷിണം ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. 3 തവണയാണ് ഈ രഥം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക. ഈ സമയം രഥത്തിൽ നിന്നും പൂജാരിമാർ നാണയങ്ങൾ ഭക്തരിലേക്ക് എറിഞ്ഞു നൽകും. ഈ നാണയം ലഭിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യ ലബ്ധി ഉണ്ടാകുമെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസം. അപ്പോൾ ആ നാണയങ്ങൾ ലഭിക്കാനായി കൈകൾ ഉയർത്തി നിൽക്കുന്ന ഭക്തരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പുഷ്പരഥോത്സവം കണ്ട് തൊഴുത് നിർവൃതി അടയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 10,000-ങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൂകാംബികയെ സംബന്ധിച്ച് ഏറ്റവും ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഈ രഥോത്സവം എന്ന് പറയുന്നത്. മഹാനവമി നാളിലാണ് ഇത്തരത്തിലുള്ള രഥോത്സവം ഉണ്ടാവും. ഇപ്പോഴിതാ 2ാമത്തെ തവണ ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിലേക്ക്, ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുൻപിലേക്ക് രഥം എത്തുകയാണ്. ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടി മാത്രം 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. രാവിലെ ദേവീ ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ എല്ലാവരും പോവാതെ വീണ്ടും ഈ ഒരു കാഴ്ചയ്ക്കായി ഇവിടെ കൂടി നിൽക്കുകയാണ്. അത്രമേൽ സുന്ദരമായ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് കാണുന്നത്. ഭക്തി സാന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. നാദസ്വരങ്ങളാലും വാദ്യമേളങ്ങളാലും ഇപ്പോഴിതാ 2ാമത്തെ തവണ ദേവിയുടെ രഥം ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുകയാണ്. 3 തവണയാണ് ഇത്തരത്തിൽ രഥം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുക. രാവിലെ മുതൽ തന്നെ ഈ രഥത്തിലേക്ക് ദേവി വിഗ്രഹത്തെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട
പൂജാവിധികളാണ് പുറത്ത് നടന്നത്. അതിനുശേഷം ദേവിയെ പുറത്ത് വലത്ത് എഴുന്നള്ളിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ രഥഘോഷയാത്രയ്ക്കായി രഥത്തിലേക്ക് കയറ്റി. ആദ്യത്തെ ചുറ്റുവെപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാം ക്ഷേത്ര ഗോപുര നടയുടെ തൊട്ട് മുമ്പിലേക്ക് ഇപ്പോൾ രഥം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ഭക്തി നിർഭരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഒരു വലിയ ആത്മസംതൃപ്തി കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ദേവിയെ പുറത്തെഴുന്നള്ളിപ്പ് ഒരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും മറ്റുമായി. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ മഴ ഇവിടെയുണ്ട്. വലിയ മഴയുടെ ഇടയിലാണ് അധികം ഭക്തജനങ്ങൾ ദേവിയെ കാണാനും അനുഗ്രഹം തേടാനുമായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തരും അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോലീസും മറ്റ് സന്നാഹങ്ങളും മറ്റുമുണ്ട്. വലിയ നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പോലീസൊക്കെ വലിയ തോതിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേക ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ബാരിക്കേഡിലൊക്കെ മറികടന്നും ആളുകൾ പുറത്തേക്ക് വന്ന് ദേവിയെ കാണാനും അനുഗ്രഹം തേടാനും ഒക്കെയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വളരെ പറഞ്ഞതുപോലെ മഴയുടെ വലിയ തോതിലുള്ള മഴയുണ്ട് എങ്കിൽ പോലും അതൊന്നും ഈ ഇവിടുത്തെ ഭക്തജനപരമായ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം കെടുത്തിയിട്ടില്ല. അതാണ്, വലിയ മഴയുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാമത്തെ തവണ ദേവി മൂകാംബിക പ്രദക്ഷിണത്തിനായി എത്തിയിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ. പോലീസിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത്രമാത്രം ആളുകൾ തടിച്ചുകൂടി പോലീസിന്റെ ബാരിക്കേഡുകൾ പോലീസ് കയറുകെട്ടി തിരിച്ചതൊക്കെ മറികടന്ന് ആളുകൾ ഇതാ ഈ ഒരു പുഷ്പാലങ്കൃതമായ രഥത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് വലിയ തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ നിയന്ത്രണങ്ങളെല്ലാം ഇപ്പോൾ അത്രമാത്രം പോലീസുകാരെ ഇവിടെയുള്ളൂ. പക്ഷെ അവർക്കൊന്നും ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആളുകളെ. വലിയ അത്രമാത്രം ഭക്തി നിർഭരമായ കാഴ്ച. പുറത്തെഴുന്നള്ളിയ ദേവിയെ ഒരു നോക്ക് കാണാൻ, തൊട്ടടുത്ത് കാണാനുള്ള ഭക്തരുടെ തിരക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുഷ്പാലങ്കൃതമാണ് ഈ ക്ഷേത്രം മുഴുവൻ. ഇന്നത്തെ മഹാനവമി നാളിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ പുഷ്പരഥോത്സവം തന്നെയാണ്. ആ കാഴ്ചയാണ് ന്യൂസ് 18 പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഈ പുഷ്പരഥ ഘോഷയാത്ര ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഒരു വട്ടം കൂടി ഇത്തരത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ഈ രഥം പ്രദക്ഷിണം വയ്ക്കും. ആ സമയത്ത് നമുക്ക് കാണാം കൈകൾ കൂപ്പി ദേവിയെ ഭജിക്കുന്ന ഭക്തരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മഴയുണ്ട്. ഇങ്ങനെ ഈ പുഷ്പരഥോത്സവ സമയത്ത് സാധാരണ മഴ ഉണ്ടാവാറില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ രഥഘോഷയാത്ര ഇപ്പോൾ ക്ഷേത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയുമാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തത്സമയം നൽകിയത്. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100ാം വാർഷികത്തിൽ പ്രത്യേകമായി RSS തയ്യാറാക്കിയ വെള്ളി നാണയവും സ്റ്റാമ്പും മോദി പുറത്തിറക്കി. വാർഷികാഘോഷത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഒരു നൂറ്റാണ്ട് തികഞ്ഞ ദിനം ആഘോഷിക്കാൻ കഴിഞ്ഞ വോളണ്ടിയർമാർ ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സംഘടന ഉയർന്നു വരാതിരിക്കാനും നശിപ്പിക്കാനും നിരവധി ശ്രമങ്ങൾ നടന്നുവെന്നും അതിനെയെല്ലാം RSS അതിജീവിച്ചുവെന്നും മോദി പറഞ്ഞു. राष्ट्र साधना की इस यात्रा में ऐसा नहीं है कि संघ पर हमले नहीं हुए, संघ के खिलाफ साजिशें नहीं हुई. हमने देखा है कैसे आजादी के बाद भी संघ को कुचलने का प्रयास हुआ, मुख्य धारा में आने देने का और उसे न आने से रोकने का अनगिनत षड्यंत्र हुए. परम पूज्य गुरु जी को झूठे केस में फंसाया गया, उन्हें जेल तक भेज दिया गया. लेकिन जब पूज्य गुरु जी जेल से बाहर आए तो उन्होंने सहज रूप से कहा, और शायद इतिहास की तवारीख में ये भाव, ये शब्द
एक बहुत बड़ी प्रेरणा है। तब परम पूज्य गुरु जी ने बहुत सहजता से कहा था, कभी कभी जीभ दांतों के नीचे आकर दब जाती है, कुचल भी जाती है, लेकिन हम दांत नहीं तोड़ देते, क्योंकि दांत भी हमारे हैं और जीभ भी हमारी है। आप कल्पना कर सकते हैं, जिन्हें जेल में इतनी यातनाएं दी गई, जिन पर भांति भांति के अत्याचार हुए, उसके बाद भी परम पूज्य गुरु जी के मन में कोई रोष नहीं था, कोई दुर्भावना नहीं थी। यही परम पूज्य गुरु जी का ऋषि तुल्य व्यक्तित्व था। उनकी यही वैचारिक स्पष्टता संघ के प्रत्येक स्वयंसेवक के जीवन के मार्गदर्शक बनी। इसी ने समाज के प्रति एकात्मता और आत्मीयता के संस्कारों को सशक्त किया। और इसलिए चाहे संघ पर प्रतिबंध लगे, चाहे षड्यंत्र हुए, झूठे मुकदमे हुए, എറണാകുളം നഗരത്തിൽ മരത്തിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. നിരീക്ഷണത്തിനായി സ്നേക് റെസ്ക്യൂവറിനെ പരിസരത്ത് നിലനിർത്തും. എറണാകുളത്തപ്പൻ അമ്പലത്തിന് സമീപമുള്ള പോസ്റ്റ് മെട്രിക് മെൻസ് ഹോസ്റ്റലിന്റെ കോമ്പൗണ്ടിനുള്ളിലെ മരത്തിൽ ആണ് പെരുമ്പാമ്പുള്ളത്. അതിപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടേ ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25-30 മീറ്റർ ഹൈറ്റിലാണ് ഇത് ഇരിക്കുന്നത്. അത് നമ്മളിപ്പോ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട്. സാറ് പറഞ്ഞു നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം, പമ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പമ്പ് ചെയ്താലും ഇത് ഹൈറ്റിലേക്ക് കയറി പോകാനാണ് സാധ്യത. ഇതിന് മുന്നുള്ള നമ്മുടെ അനുഭവം അങ്ങനെയാണ്. പിന്നെ ഇതൊരു എന്താ പറയാ, അത്രയും നമ്മൾ ചെയ്തു, അത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഞങ്ങളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മളിത് ഇറങ്ങി വരുന്ന മുറയ്ക്ക് നമ്മളതിനെ റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. അതെ അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒരിക്കലും റിസ്ക് എടുത്ത് ചെയ്യാൻ കഴിയില്ല. അത് നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, അതായത് പാമ്പിനെ താഴെ ഇറക്കുക എന്നത് പ്രായോഗികമല്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? അഭിലാഷ്, എന്തായാലും മിഷൻ പെരുമ്പാമ്പ് തൽക്കാലം ഉപേക്ഷിച്ച മട്ടാണ്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് ഇത് ഇത്രയും ഉയരത്തിലേക്ക് കയറുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത് നല്ല ഉയരമുള്ള മരമാണ്. ആ മരത്തിന്റെ ഏറ്റവും അറ്റത്തെ ചില്ലയിലാണ്, ചെറിയ ഒരു ചില്ലയിലാണ് ഈ പെരുമ്പാമ്പ് ഇരിക്കുന്നത്. അതൊരാൾക്ക് കയറി അതിനെ പിടികൂടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ പെരുമ്പാമ്പ് അവിടെ നിൽക്കട്ടെ. പകരം ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ നിരീക്ഷണത്തിനായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ നിരീക്ഷണം എപ്പോഴും ഉണ്ടാകും. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം 2-3 ദിവസം ചിലപ്പോൾ ഈ പെരുമ്പാമ്പ് ഇവിടെ തന്നെ ഇരിക്കാനാണ് സാധ്യത. മറ്റ് വിഷമുള്ള പെരുമ്പാമ്പല്ല. അതുകൊണ്ട് തന്നെ ഇത് താഴേക്ക് ഇറങ്ങി വന്നാലും പിടികൂടുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെച്ചു പോയത്. പകരം ഇനിയിപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് ഈ ഫയർഫോഴ്സ് വെള്ളം നനച്ചു കൊടുത്ത് അതിനെ താഴേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ ഒക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ രീതിയിലേക്കൊക്കെ പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പെരുമ്പാമ്പ് താഴെ വീണ് അതിന് മുറിവ് പറ്റിയാലോ മറ്റ് അപകടം സംഭവിച്ചാലോ അത് പിന്നീട് കേസ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഫയർഫോഴ്സിനെതിരെ കേസെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഓപ്പറേഷനൊക്കെ ഉപേക്ഷിച്ചു. പകരം ഇവിടെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണത്തിൽ തുടരുക. ഈ പെരുമ്പാമ്പ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പിടികൂടാം. മറ്റ് പേടിക്കേണ്ട ആളുകളൊന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മടങ്ങിയിരിക്കുന്നത്. അപ്പോഴും ഇവിടെ കൊച്ചി നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ ഇത്രയും വലിയ കാട് കയറി കിടക്കുന്നത് ഒരു പ്രശ്നമല്ലേ അല്ലെങ്കിൽ ആശങ്കയല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുമുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കൌൺസിലർ കൂടി ചേരുന്നുണ്ട്. കൌൺസിലറോട് കൂടി ചോദിക്കാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം പെരുമ്പാമ്പിനെ പിടികൂടണ്ട, പകരം ഒരു ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണം ഉണ്ടാകും. അതെ, അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഓഫീസർ പറയുന്നത് പാമ്പ് കുറച്ച് പേടിച്ചിട്ടുണ്ട്. നമ്മളുടെയൊക്കെ പാദചലനങ്ങൾ കാരണം ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. അപ്പൊ അത് മരണഭയത്തിലാണ് മുകളിലേക്ക് കയറി പോകുന്നത്. നമ്മൾ മാറിക്കഴിയുമ്പോൾ താഴത്തേക്ക് വരും. അപ്പൊ ഇവിടെ ഒരു ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് വാച്ച് ചെയ്യാനായിട്ട്. സംടൈംസ് 1-2 ദിവസം എടുത്തു എന്ന് വരും. കാരണം നമ്മളിങ്ങനെ എല്ലാവരും ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുമ്പോൾ പാമ്പ്
ആൻഷ്യസ് ആവും. അതിന് ജീവഭയമാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫയർഫോഴ്സിന്റെ ആൾക്കാർ പറഞ്ഞ എനിവേ നമ്മളുടെ ഫയർഫോഴ്സിന് വളരെ അടുത്താണ്, ജസ്റ്റ് 500 മീറ്റേഴ്സ് അവേ. ഫോറസ്റ്റിന്റെ ആൾക്കാർ ഇവിടെ അടുത്ത മംഗളവനത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. ഗിവ് ഇറ്റ് സം ടൈം, ലെറ്റ് ഇറ്റ് റിലാക്സ് ആൻഡ് കം ഓൺ ഇറ്റ്സ്, ഇറ്റ് വിൽ കം ഡൗൺ ഓൺ ഇറ്റ്സ് ഓൺ എന്നാണ് അവർ പറയുന്നത്. സ്വയമായിട്ട് തനിച്ചു വരുന്ന പറയുന്നത്. കാട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഒരു മൂവ്മെന്റും ചെയ്യുന്നില്ല. പിടികൂടിയതിന് ശേഷം അതെ. ശരി, കൗൺസിലറാണ് പറഞ്ഞത്. ഈ ആളുകൾ നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടുകൂടി ഇവിടെ കാണുന്ന ആൾക്കാരുണ്ട്. ബസ്സുകളൊക്കെ നിർത്തി വലിയ ഹോൺ മുഴക്കിയും ആളുകളൊക്കെ വലിയ ശബ്ദമുണ്ടാക്കിയൊക്കെ ഇവിടെ വരുന്നവരുണ്ട്, വിഷ്വൽ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ. ഇത് പാമ്പിനെ സംബന്ധിച്ച് അതിനും ഒരു ഭയമുണ്ട്, ഒരു ജീവഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ പിടികൂടണ്ട, തൽക്കാലം അത് അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആളുകളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം അതിനെ പിടികൂടാം. അല്ല എന്നുണ്ടെങ്കിൽ അത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അതിനെ പിടികൂടി കൊണ്ടുപോകുമെന്നാണ് കൌൺസിലറും വ്യക്തമാക്കിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും പെരുമ്പാമ്പിനെ പിടികൂടുക എന്നത് പ്രയാസകരമാണ്. വളരെ ഉയരത്തിൽ ആണ് മരത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം കോതമംഗലം വാരപ്പെട്ടിയിൽ മീൻകുളത്തിലെ വലയിൽ കുടുങ്ങിയ കൂറ്റൻ പെരുമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ രാത്രിയായിരുന്നു വാരപ്പെട്ടി കൊറ്റാനക്കോട്ടിൽ ഷാജിയുടെ മീൻകുളത്തിലെ വലയിൽ പെരുമ്പാമ്പ് കുടുങ്ങിയത്. പാമ്പ് പിടുത്ത വിദഗ്ധൻ മൂവാറ്റുപുഴ സ്വദേശി സേവി തോമസ് ആണ് പാമ്പിനെ പിടികൂടിയത്. എന്റെ പേര് പറഞ്ഞു. അതെ, അന്വേഷിച്ചു. CPIയുടെ പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും ഇന്ന് തീരുമാനിക്കും. രാജ്യസഭാ MP PP സുനീർ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. എക്സിക്യൂട്ടീവിൽ യുവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ബിനോയ് വിശ്വം ഒഴിഞ്ഞ് K പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടറി ആക്കിയതിലൂടെ ഒന്നിച്ചു പോകാമെന്ന സന്ദേശമാണ് നേതൃത്വം നൽകിയത്. സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ഇത് തുടരാനാണ് സാധ്യത. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞവരെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് പരിഗണിച്ചേക്കും. കാസർഗോഡ് നിന്നുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, പാലക്കാട്ടെ KP സുരേഷ് രാജ്, തൃശൂരിലെ KK വത്സരാജ്, ആലപ്പുഴയിലെ TJ ആഞ്ചലോസ് എന്നിവർ എക്സിക്യൂട്ടീവിൽ ഇടം നേടാൻ സാധ്യതയേറെയാണ്. R ലതാദേവിയും TT ജിസ്മോനും പരിഗണിക്കപ്പെടും. മുൻമന്ത്രി VS സുനിൽകുമാറിനെ ഇത്തവണയെങ്കിലും എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തുമോ എന്നതിൽ വ്യക്തതയില്ല. 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ PP സുനീർ തുടർന്നേക്കും. E ചന്ദ്രശേഖരന് പകരം ആരെന്നാണ് അറിയേണ്ടത്. കൊല്ലത്ത് നിന്നുള്ള R രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമുണ്ടെങ്കിലും ജില്ലാ നേതൃത്വം ഇതിനോട് യോജിക്കുന്നില്ല. മന്ത്രിമാരായ P പ്രസാദ്, K രാജൻ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. CPIMന്റെ B ടീം അല്ല എന്ന് ബിനോയ് വിശ്വം. ആ കിനാവാരും കാണേണ്ടതില്ല. CPI വ്യക്തിത്വം പണയപ്പെടുത്തില്ല. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് വിമർശനങ്ങൾ. CPIയുടെ യൂട്യൂബ് ചാനലായ കനലിൽ ആണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. എല്ലാ വിമർശനങ്ങളും CPIക്ക് അറിയാം. LDFനെ LDF ആക്കാൻ വേണ്ടിയാണ്, ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കാൻ വേണ്ടിയാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതിനർത്ഥം ഒരു നിമിഷം പോലും CPIയുടെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും B ടീമായി മാറുമെന്നല്ല. ആ കിനാവൊന്നും ആരും കാണേണ്ടതില്ല. GST തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2024-25 സാമ്പത്തിക വർഷം 1100 കോടിയുടെ ട്രാൻസാക്ഷൻ നടത്തി. ഈ ഇനത്തിൽ 200 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമായി. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ട്. തട്ടിപ്പ് വിവരം അറിയിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും VD സതീശൻ പറഞ്ഞു. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 5.5% തുടരാൻ പണനയ സമിതി യോഗം തീരുമാനിച്ചു. വായ്പകൾ എടുത്തവർക്ക് പലിശ ഭാരം കൂടില്ലെന്ന് ആശ്വസിക്കാം. വിലക്കയറ്റവും പണപ്പെരുപ്പ നിരക്കുമെല്ലാം പലിശ കുറയ്ക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കി എങ്കിലും GST പരിഷ്കരണം എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് സാമ്പത്തിക നിരീക്ഷകർ. അമേരിക്ക ഏർപ്പെടുത്തിയ പിഴത്തീരുവ പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. അടുത്ത പണനയ സമിതി യോഗം ഡിസംബറിൽ ചേരും.
വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി 15 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വില 1595.5 രൂപയായി. കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ 1754 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. 16 രൂപയുടെ വർധനമാണുള്ളത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സെപ്റ്റംബർ 1-ന് വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കുറഞ്ഞിരുന്നു. സിലിണ്ടറിന് 50 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് സ്വർണ്ണവില മുന്നേറുകയാണ്. ഇന്ന് സ്വർണം ഒരു പവന് 87,000 രൂപയാണ് വില. 10,875 രൂപയാണ് ഗ്രാമിന്റെ വില. 110 രൂപയാണ് ഗ്രാമിന് ഇന്ന് വർദ്ധിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ആണ് സ്വർണ്ണ വിപണി മുന്നോട്ടു പോകുന്നത്. ഒരു പവൻ സ്വർണം വാങ്ങാൻ 95,000 രൂപയോളമാണ് നൽകേണ്ടി വരുന്നത്. കരൂർ ദുരന്തത്തിൽ TVKയ്ക്ക് എതിരെ DMK നേതാവ് സെന്തിൽ ബാലാജി. പാർട്ടി പരിപാടികൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ടത് അതത് പാർട്ടികളാണ് എന്നും കരൂർ സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്നും സെന്തിൽ ബാലാജി പറഞ്ഞു. അമേരിക്ക ഷട്ട്ഡൌണിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് തർക്കത്തെ തുടർന്ന് ധനവിനിയോഗ ബിൽ സെനറ്റിൽ പാസായില്ല. ഇതോടെ അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാം അനിശ്ചിതത്വത്തിലായി. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ധനവിനിയോഗ ബില്ലിൽ ഉൾപ്പെടുത്തുമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യമാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചെലവിനുള്ള ധനവിനിയോഗ ബിൽ US കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതാണ് പതിവ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഇന്നു മുതൽ 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്ക് 12ഓളം ബില്ലുകൾ പാസ്സാകേണ്ടതുണ്ട്. സെനറ്റിൽ ധനവിനിയോഗ ബിൽ പാസ്സാകണമെങ്കിൽ 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ 2 അംഗങ്ങൾ മാത്രമാണ് ഫണ്ടിംഗ് ബില്ലിനെ പിന്തുണച്ചത്. ഇതാണ് ഷട്ട്ഡൌണിന് വഴിവെച്ചത്. അമേരിക്കയിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഇൻഷുറൻസിന് സഹായിക്കുന്ന ഇളവുകൾ ഈ വർഷം അവസാനത്തോടെ അവസാനിക്കും. ബില്ലിൽ ആരോഗ്യസേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടു. ഡെമോക്രാറ്റുകളുടെ ഈ ആവശ്യം വൈറ്റ് ഹൌസ് തള്ളി. ഫണ്ടിംഗ് ബില്ലും സബ്സിഡികളും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. പലവട്ടം ചർച്ച നടത്തിയെങ്കിലും സമവായമുണ്ടായില്ല. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നതെന്നും ഇത് ഒരു രാജ്യത്തിനും താങ്ങാനാവില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. Incredible Medicare, the Cadillac Medicare to illegal immigrants. And what that does is it keeps them coming into our country, and like they do in California, and no country can afford that. No country. ധന അനുമതി ബിൽ പാസാക്കാത്തതിനാൽ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിച്ചു. ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിപ്പിച്ചു. സൈനികർ, എയർ ട്രാഫിക് കൺട്രോളർമാർ എന്നീ അവശ്യ സർവീസുകൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടിവരും. കോടതികൾ അടച്ചിടേണ്ടിവരും. ചെറുകിട ബിസിനസ്സുകൾക്കുള്ള ഗ്രാന്റുകളും വിസ അപേക്ഷകളിൽ തുടർ നടപടികളും വൈകും. GDPയെയും ഓഹരി വിപണിയെയും ഷട്ട്ഡൌൺ പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അങ്കമാലി മൂക്കന്നൂരിൽ നടുറോഡിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായ പ്രതി പിടിയിൽ. മൂക്കന്നൂർ സ്വദേശി ജിനുവിനെ കോഴിക്കോട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കുത്തേറ്ററിയ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അങ്കമാലി മൂക്കന്നൂർ ഫെറോനോ പള്ളിക്ക് പുറകുവശത്തെ റോഡിൽ വെച്ചാണ് ജിനു ഭാര്യ റിയയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ജിനുവിനെ കോഴിക്കോട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അങ്കമാലി സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. റിയയും ജിനുവും വേർപിരിയുന്നത് സംബന്ധിച്ച കേസ് കോടതിയിൽ നടന്നുവരികയാണ്. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന റിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത്. കോടതിയുടെ അനുമതിയോടെ കുട്ടികളെ കാണാനെത്തിയതാണ്. 10ലും 8ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. തനിക്കൊപ്പം കഴിയുന്ന മക്കളെ റിയ കാണുന്നത് ജിനുവിന് ഇഷ്ടമായിരുന്നില്ല. റിയ മൂക്കന്നൂരിലെത്തിയതറിഞ്ഞ ജിനു വഴിയിൽ കാത്തുനിന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. റിയയുടെ കഴുത്തിനും വയറിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി അപകടനില തരണം ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശികളായ ജയരാമൻ, സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. ഓട വൃത്തിയാക്കവേ വിഷവാതകം ശ്വസിച്ചാണ് അപകടം.
തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഓറഞ്ച് ഹോട്ടലിന് സമീപത്തുള്ള ഓട വൃത്തിയാക്കുന്നതിനായാണ് തൊഴിലാളികളിൽ ഒരാൾ മാൻഹോളിൽ ഇറങ്ങിയത്. ഇയാളെ കാണാതായതോടെ തിരയുന്നതിനായാണ് മറ്റ് 2 പേരും ഇറങ്ങിയത്. ഇതോടെ 3 പേരും ഓടയിൽ കുടുങ്ങി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 1 മണിക്കൂറിന് ശേഷമാണ് ഓരോരുത്തരെയായി പുറത്തെടുക്കാനായത്. മരണവും സ്ഥിരീകരിച്ചു. ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെയാണ് തൊഴിലാളികൾ ഓടയിലിറങ്ങിയത്. വിഷവായു ശ്വസിച്ചതാണ് അപകട കാരണം. സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 ഇടുക്കി. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ട് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുണ്ട് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജൂലൈ 31 യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേടനെ 2 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. യുവതിയുടെ പരാതി ശരിവയ്ക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന്റെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെയും തെളിവുകളുണ്ടെന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. സൗഹൃദത്തിലാകുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടയിൽ 5 തവണ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് യുവ ഡോക്ടർ നൽകിയ പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു. തുടർന്ന് വേടൻ ബന്ധത്തിൽ നിന്നും പിന്മാറിയെന്നും ഇത് തനിക്ക് വലിയ മാനസിക ആഘാതമുണ്ടാക്കിയെന്നും യുവതി പറയുന്നു. എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയും തനിക്കുമിടയിൽ ഉണ്ടായിരുന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ വേടൻ നൽകിയ മൊഴി. ഇന്നലെ കഞ്ചാവ് കേസിലും ഹിൽ പാലസ് പോലീസ് വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഏപ്രിൽ 28-നാണ് വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി താൻ പറഞ്ഞതല്ല എന്നും ചാനലിന്റെയും അവതാരക MG രേണുകയുടെയും ഗൂഢാലോചനയാണ് എന്ന വിചിത്രവാദവുമായി പ്രിന്റു മഹാദേവ്. ഇന്നലെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് BJP വക്താവിന്റെ ഈ പ്രതികരണം. ആദ്യം പ്രിന്റുവിന്റെ വാക്കുകൾ കേൾക്കാം. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി അങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ് ഞാൻ. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല. ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇതാണ് പ്രിന്റുവിന്റെ ഇപ്പോഴത്തെ പ്രതികരണമെങ്കിൽ പ്രിന്റുവിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനായി ഞങ്ങൾ ഗൂഢാലോചന നടത്തി സൃഷ്ടിച്ചതാണ് ഈ സംഭവം എന്നാണ് പ്രിന്റു അവകാശപ്പെടുന്നത്. ആ ചാനൽ ചർച്ചയിലായിരുന്നു പ്രിന്റു കൊലവിളി പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം കൂടി കേൾക്കാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി
ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നിന്റെ സംസാരം മര്യാദയ്ക്ക് പ്രതിപക്ഷത്താണ് വെടിവെച്ചോലും നിലയാളായിട്ടില്ല. യെസ്, ഈ വിവാദ പരാമർശം നടത്തിയ സ്പെഷ്യൽ ഡിബേറ്റ് നയിച്ചത് MG രേണുകയായിരുന്നു. MG രേണുക തന്നെ ഇപ്പോൾ ചേരുന്നുണ്ട്. രേണുക, ഒരു ചർച്ചയിൽ ആരെന്ത് പറയാൻ പോകുന്നു എന്നത് അത് നയിക്കുന്ന ആളിന് മുൻകൂട്ടി അറിയാനൊന്നും സാധിക്കില്ല. ചർച്ചയുടെ സ്വഭാവം അനുസരിച്ചാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. പക്ഷേ ആ ചർച്ചയിൽ, നമ്മൾ നടത്തിയ ചർച്ചയിൽ വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഈ വിവാദ പരാമർശം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കെ തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് സംഭവിച്ചതാണെങ്കിൽ അത് തിരുത്താനുള്ള അവസരമൊക്കെ അപ്പോൾ തന്നെ പ്രിന്റുവിനുണ്ടായിരുന്നു. പക്ഷേ പ്രിന്റു പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് ആ ഡിബേറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റം വിചിത്രമായ വാദം ആണ് ഉന്നയിക്കുന്നത്. ന്യൂസ് 18-നും ആ ചർച്ച അവതരിപ്പിച്ച രേണുകയുമൊക്കെ സൃഷ്ടിച്ചെടുത്ത ഒന്നാണിത് എന്ന വിചിത്രവാദം. വളരെ വിചിത്രവും പരിഹാസ്യവുമായ വാദങ്ങളാണ് പ്രിന്റു മഹാദേവ് എന്ന BJP വക്താവിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നതെന്ന് പറയാതെ വയ്യ അഭിലാഷ്. കാരണം ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രിന്റു മഹാദേവിന്റെ വാക്കുകളിലൂടെ തന്നെ രാജ്യം മുഴുവൻ കേട്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി എന്താണ് എന്നത്. അത് വലിയ ചർച്ചയാവുകയും ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും കോൺഗ്രസ് വലിയ രാജ്യവ്യാപക പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ദേശീയ തലത്തിൽ ശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ അത് വാർത്തയാക്കുകയാണ് ചെയ്തത്. അതാണ് ചാനൽ നമ്മൾ സംഘടിപ്പിച്ചത്. ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. അതിൽ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ചർച്ചയിലൂടെ എല്ലാവരും കണ്ടു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അത് ന്യൂസ് 18 വാർത്തയാക്കി എന്നതിനപ്പുറം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലവിളി പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്, പ്രിന്റു മഹാദേവിനൊഴിച്ച്. ഈ കാര്യത്തിൽ പറഞ്ഞത് അല്ല പ്രചരിപ്പിച്ചതെന്നും ബോധപൂർവം ചാനലും അവതാരകയും അജണ്ട സെറ്റ് ചെയ്ത് വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊളിറ്റിക്കലി തൻ്റെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാനുമുള്ള ശ്രമം നടത്തിയെന്നതാണ് പ്രിന്റു മഹാദേവ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഞാൻ അഭിലാഷിന്റെ ശ്രദ്ധയിലേക്ക് ഒരു ചർച്ചയിൽ ഒരു ക്ലിപ്പ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? കലാപമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും അത് രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ടവരും എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ? ഇതിൽ കെ പി അഭിലാഷ് കണ്ടുവല്ലോ വ്യക്തമായി. നമ്മൾ ഇതും പലതവണ എയർ ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം ആ ചർച്ചയിൽ ഞാൻ ആവർത്തിച്ച് ഈ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള നാക്കുപിഴയോ അവധാനതയില്ലാതെ ആലോചിക്കാതെ പറഞ്ഞു പോയ വാക്കുകളോ ആണെങ്കിൽ അത് പിൻവലിക്കാനുള്ള അവസരം പ്രിന്റു മഹാദേവന് നൽകുന്നുണ്ട്. ആ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് ഇത്തരം വലിയ വിവാദമാകുന്ന ഈ ഒരു ഭീഷണി പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ചർച്ചയുടെ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പോലും അത് പിൻവലിക്കാനും തെറ്റു പറ്റിയത് ഏറ്റുപറയാനുമുള്ള അവസരം കൊടുത്തിട്ടും അയാൾ പ്രിന്റു മഹാദേവ് അത് ചെയ്യുന്നില്ല എന്നത് നമുക്ക് കൃത്യമായി കാണാം. മാത്രവുമല്ല, അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി പ്രിന്റു പറഞ്ഞു നിർത്തുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. പിന്നീട് ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും ഓരോ ഘട്ടത്തിലും നമ്മൾ ആ വാർത്ത ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്ത ഘട്ടത്തിൽ 2 തവണ ഞാൻ പ്രിന്റു മഹാദേവിനെ ബന്ധപ്പെടുകയും 2 തവണയും എന്താണ് താങ്കളുടെ നിലപാട് എന്നത് ആവർത്തിച്ച് ചോദിക്കുകയും എന്താണ് ഇതിൽ ചാനൽ എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം ആരാഞ്ഞു വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നത് ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്യാണ്. ഒരു ഘട്ടത്തിലും പ്രിന്റുവിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ മറ്റോ ഉണ്ട് എന്നൊക്കെയുള്ള ഈ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ എന്നതുപോലും വ്യക്തത വരുത്താൻ തയ്യാറാകാതെ ഇത്രയും ദിവസം കാത്തിരുന്നതിന് ശേഷം നിയമ നടപടികൾ ആരംഭിക്കുന്നു. നിയമ നടപടികൾക്ക് വേണ്ടി കോൺഗ്രസ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു, സഭയിൽ വരുന്നു, ദേശീയ തലത്തിൽ ഉയരുന്നു. ഇതിനൊക്കെ ശേഷം കീഴടങ്ങിയതിന് ശേഷം തനിക്ക് പാർട്ടിയിൽ നിന്ന് പോലും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഈ ഗൂഢാലോചനാവാദവുമായി
പ്രിന്റു മഹാദേവ് രംഗത്തെത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രിന്റു മഹാദേവ് ചാനൽ അവതാരകയ്ക്കെതിരെയും വേണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു നടപടിയെയും നമ്മൾ ഭയക്കുന്നില്ല, ഒരു നടപടി കൊണ്ടും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇത് പ്രിന്റു മഹാദേവ് തന്നെ വരുത്തി വെച്ചതാണ്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടിയുടെയും പ്രതിനിധികൾ പറഞ്ഞുകൂടാത്ത വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അത് തിരുത്താനുള്ള അവസരം ലഭിച്ചിട്ടും തിരുത്താതെ പോയത് പ്രിന്റു മഹാദേവാണ്. ഇപ്പോഴും അത് തിരുത്തുന്നില്ല എന്നത് വേണം നമ്മൾ ഗൗരവത്തോടു കൂടി കാണാൻ. മറിച്ച് അതിന് ഓരോ ന്യായീകരണ വാദങ്ങൾ കണ്ടെത്താനാണ് പ്രിന്റു മഹാദേവ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താനെന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞുകൂടാത്ത ഒരു വാക്ക് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് അത് തിരുത്തുന്നില്ല. മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനാ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാനാണ് പ്രിന്റു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, യെസ്, അത് തന്നെയാണ് വളരെ കൃത്യമായി ന്യൂസ് 18 പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഈ ചർച്ച പൂർണ്ണമായും കണ്ടവർക്ക് ഇനിയും അത് കാണാനുള്ള അവസരമുണ്ട്, യൂട്യൂബിൽ ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രിന്റുവിൻ്റെ ഈ പരാമർശത്തെ തിരുത്താനുള്ള അവസരം നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പ്രിന്റുവിൻ്റെ പരാമർശത്തെ കോൺഗ്രസ് നേതാവും ചോദ്യം ചെയ്ത പശ്ചാത്തലമുണ്ട്. അപ്പോഴൊന്നും അത് തിരുത്താനോ പിന്നീട് ഈ ചർച്ച നയിച്ച രേണുക ഇക്കാര്യം തിരുത്താനുള്ള അവസരം നൽകുമ്പോഴോ അതിനൊന്നും തയ്യാറാകാതെ ഇപ്പോൾ വിചിത്രമായ വാദം ഉന്നയിക്കുന്നു. ഇത് ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അത് ന്യൂസ് 18 ചർച്ച നയിച്ച അവതാരകയും ചേർന്നുകൊണ്ട് നടത്തിയത് എന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല, ഈ ചർച്ച കണ്ടാൽ മാത്രം മതി. രാഹുൽ ഗാന്ധിക്കെതിരായി BJP വക്താവ് പ്രിന്റു മഹാദേവന്റെ കൊലവിളിയിൽ മന്ത്രിമാർ പറഞ്ഞത് അബദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 26 രാത്രിയാണ് പ്രിന്റു മഹാദേവ് വിവാദപരമായ പരാമർശം നടത്തിയത്. 28-നും 29-നും പരാതി കൊടുത്തിരുന്നു. പരാതി കിട്ടിയില്ല എന്ന് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മന്ത്രിമാർ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ആരെയും വെടിവെച്ചു കൊല്ലാൻ പാടില്ല എന്നതാണ് CPIM നിലപാടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻപ് വധഭീഷണി ഉണ്ടായപ്പോൾ കോൺഗ്രസ് അനങ്ങിയിട്ടില്ല. കോഴിക്കോട് കോടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. ദീപാദാസ് മുൻഷിക്കെതിരായ സൈബർ ആക്രമണം പാർട്ടി സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമപ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച നിസാർ കുമ്പളയ്ക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ദീപാദാസ് മുൻഷിക്കെതിരായ സൈബർ ആക്രമണം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായും ദീപാദാസ് മുൻഷിക്ക് എതിരെയുമായിരുന്നു കമന്റുകൾ. കണ്ണൂരിൽ KSUവിനെതിരെ DCCക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് KSU നേതാക്കൾക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന് പരാതി നൽകിയത്. KSUവിലെ വിഭാഗീയത കാരണമാണ് കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നാണ് കത്തിലെ ആരോപണം. KSU നേതാക്കൾ തമ്മിലുള്ള പോര് പൊതുജനമധ്യത്തിൽ പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കുന്നുവെന്നും പരാതിയിൽ യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം. ആലപ്പുഴ ബീച്ച് വാർഡിലാണ് സംഭവം. സ്ഥല തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം. സംഭവത്തിൽ യുവതിയുടെ അയൽവാസിയും ബീച്ച് വാർഡ് സ്വദേശിയുമായ ജോസ് പിടിയിലായി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കാസർഗോഡ് 19-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മന്ത്രവാദി പിടിയിലായിട്ടുണ്ട്. വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പെൺകുട്ടിയെ പോലീസ് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ മാതാവിന്റെ അസുഖം ഭേദപ്പെടുത്താനെന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്ക് എത്തിയ ഇയാൾ കഴിഞ്ഞ മാസം 22-നാണ് യുവതിയുമായി കടന്നു കളഞ്ഞത്. കോഴിക്കോട് പയ്യാനക്കലിൽ മദ്രസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നാട്ടുകാർ ഓടിക്കൂടിയാണ് കുട്ടിയെ രക്ഷിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പന്നിയങ്കര പോലീസിൽ ഏൽപ്പിച്ചു. ബീച്ച് ആശുപത്രിക്ക് സമീപത്ത് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് മോഷ്ടിച്ച കാറിൽ ആണ് പ്രതി സഞ്ചരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് തുഷാരഗിരിയിൽ യുവാവിനെ പാലത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലയും ഉടലും വേർപെട്ട നിലയിൽ ആയിരുന്നു മൃതദേഹം. പുലിക്കയം സ്വദേശിയാണ് മരിച്ചത് എന്നാണ് സൂചന. ഇയാളുടെ ബൈക്കും ചെരുപ്പും സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോടഞ്ചേരി പോലീസ് അന്വേഷണം തുടരുകയാണ്. മൂവാറ്റുപുഴ വാളകത്ത് കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും കത്തി നശിച്ചു. വാളകം ചെറിയ ഊരയത്ത് വിൽസന്റെ വീട്ടിൽ ആണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് ജനച്ചില്ല് പൊട്ടി മുറിക്കകത്ത് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും കത്തി നശിച്ചിട്ടുണ്ട്.
ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മൂവാറ്റുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. പാലക്കാട് അട്ടപ്പാടി പൊമ്മിയംപടിയിൽ കലമാൻ കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. പൊമ്മിയംപടി സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. കലമാൻ കുറുകെ ചാടിയതോടെ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. മൂന്നാറിൽ കാണാതായ വയോധികയെ ഡാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലെ സുശീലയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം കുണ്ടള ഡാമിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കാണാതായത്. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പത്തനംതിട്ട മല്ലപ്പള്ളി ആനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് പിടിയിലായി. ആനിക്കാട് സ്വദേശി അജിത് ഫ്രാൻസിസ് ആണ് പിടിയിലായത്. പ്രസിഡന്റ് സൂസൻ ഡാനിയേലിന്റെ ചേംബറിൽ അതിക്രമിച്ചു കയറിയാണ് നഗ്നതാ പ്രദർശനവും അസഭ്യവർഷവും നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇവിടെ എന്നാ ചെയ്തവൻ? ഇവരെന്നാ ചെയ്ത്? ഇവിടെ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ എന്നാ ചെയ്തു? ബേബി സാർ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്നാക്കെ ചെയ്തു? ബേബി സാറിന് അറിയാലോ എന്നാക്കെ ചെയ്തെന്ന്. ഏത് പഞ്ചായത്ത് മെമ്പറായി പാവപ്പെട്ടവൻ എന്നാ ഒരു എന്നാലും കോപ്പി ചെയ്തു? പിന്നെ ഇവന്റെ അല്ലോ പറയേണ്ട കാര്യമുണ്ട് സാറേ. ആര് പറഞ്ഞല്ലോ? പിന്നെ ഇവൻ ഈ നടുക്ക് വണ്ടി നടത്തിട്ട് എന്നോട് ഈ ഡയലോഗ് പറയേണ്ട കാര്യമില്ല. എന്നോടാണ് പറഞ്ഞേ. നിങ്ങളങ്ങോട്ട് പറയുന്നു. നിങ്ങളങ്ങോട്ട് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നെ കൊണ്ടാണ് അതിലും വയലും എന്റെ കൊണ്ട് ഞാൻ ബൈലായിരുന്നു വീട്ടിൽ പോകും. ഞാനാ പറഞ്ഞത്, സൈറ്റാണ് പറഞ്ഞത്, സ്നേഹത്താണ് പറഞ്ഞത്. അല്ലല്ല എബിസാറിനോട് എബിസാറിനോട് പറഞ്ഞോ? എബിസാർ എന്റെ അപ്പനെ അമ്മ എബിസാറിന് അറിയാലോ. അതല്ല പ്രശസ്ത മേക്കപ്പ് മാൻ വിക്രമൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മേരിലാൻഡ് സ്റ്റുഡിയോയിൽ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെ കലാജീവിതം തുടങ്ങി പ്രിയദർശൻ, വേണു നാഗവള്ളി, ശ്രീകുമാരൻ തമ്മി എന്നിവരുടെ സിനിമകളിലെ സ്ഥിരം മേക്കപ്പ് മാൻ ആയിരുന്നു. ചിത്രം, കിലുക്കം, തേന്മാവിൻ കൊമ്പത്ത്, കാലാപാനി, എ ഓട്ടോ, ചന്ദ്രലേഖ, വന്ദനം, ലാൽസലാം, താളവട്ടം തുടങ്ങി 150ഓളം മലയാളം, ഹിന്ദി, തമിഴ് ചിത്രങ്ങളിൽ സജീവമായിരുന്നു. കുമാരസംഭവത്തിൽ ശ്രീദേവി, ജ്യോതിക എന്നിവർക്ക് ആദ്യമായി ചമയം ചാർത്തി. 1995 ബാംഗ്ലൂർ മിസ് വേൾഡ് മത്സരത്തിൽ ചമയക്കാരൻ ആയിരുന്നു. സ്വാമി അയ്യപ്പൻ, കടമറ്റത്ത് കത്തനാർ തുടങ്ങി ഹിറ്റ് സീരിയലുകളിലും പ്രവർത്തിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 10,875 രൂപ, പവൻ 87,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,005 രൂപ, പവൻ 72,040. വെള്ളി ഗ്രാം 158, കിലോ 1,58,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം ചേരും. നമസ്കാരം.